ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും AG's ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ +1 ഫിസിക്സ് പാർട്ട് 1 ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പാർട്ട് 2 ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ആ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റിൽ നമുക്ക് 8 ചാപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. പാർട്ട് 2-ൽ 7 ചാപ്റ്റർ. അപ്പം 7 ചാപ്റ്റർ അങ്ങനെ മൊത്തം 15 ചാപ്റ്ററുകളാണ് നമുക്ക് +1 ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 7 ചാപ്റ്ററുകളുടെ പേരുകളാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് വീതം ചോദിക്കുമെന്ന് ഞാൻ ബോർഡിൽ എഴുതി കാണിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് 2 മാർക്കിൻ്റെ ചോദ്യം, ഏകദേശം 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്നും 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാം. മൂന്നാമത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇതിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഫ്ലൂയിഡിൽ ചോദിക്കുന്നത്, തെർമൽ പ്രോപ്പർട്ടീസിൽ ചോദിക്കുന്നത്. നാലാമത്തെ ചാപ്റ്റർ തെർമോ ഡൈനാമിക്സ് ആണ്. തെർമോ ഡൈനാമിക്സിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ചോദിക്കാം. അതേപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. അതിൽ നിന്നും നമ്മളോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കിന് വരെ ചോദ്യങ്ങൾ അതിൽ നിന്നും ചോദിക്കാം. ഓസിലേഷൻസ് ആണ്, വേവ്സ് ആണ് അവസാനത്തെ 2 ചാപ്റ്ററുകൾ. ഓസിലേഷനിൽ നിന്നും 4 മാർക്കിൻ്റെയും അതേപോലെ വേവ്സിൽ നിന്നും 4 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. അങ്ങനെ മൊത്തം സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്നും 26 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളോട് സെക്കൻഡ് ടെക്സ്റ്റിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഇനി ഈ ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2-ലെ ആദ്യത്തെ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അതിൽ നിന്നും ഏകദേശം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയുകയാണ്. ആദ്യം നിങ്ങളിതിനകത്ത് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രെസ്സും സ്ട്രെയിനും കൂടാതെ ഇതിൻ്റെ 3 ടൈപ്പുകളുണ്ട്, അത് പറഞ്ഞിരിക്കണം. ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ 3 ടൈപ്പ് എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെസ്സ്, വോളിയം സ്ട്രെസ്സ്, ഷിയറിംഗ് സ്ട്രെസ്. അതേപോലെ തന്നെ സ്ട്രെയിന് 3 ടൈപ്പ് ഉണ്ട്, ലീനിയർ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ. അത് അറിഞ്ഞിരിക്കണം, കാരണം ഇത് ബേസാണ്. ഇത് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ടേമാണ് എലാസ്റ്റിക് ലിമിറ്റ് എന്താണ് കേട്ടോ. ഒരു മെറ്റീരിയലിൻ്റെ എലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാം. അതിനുശേഷം ഈ പഠിക്കേണ്ട മറ്റൊരു ലോയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്. ആ ലോയുടെ പേരറിയാം, ഹൂക്സ് ലോയാണ് കേട്ടോ. അല്ലേ, എന്താ ഹൂക്സ് ലോ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറി ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഈ ഹൂക്സ് ലോയിൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കേസിൽ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? യങ്സ് മോഡുലസ് 2, ബൾക്ക് മോഡുലസ് 3, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ്: യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി കേട്ടോ. ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേര് കംപ്രസിബിലിറ്റി എന്നാണ്. ഇതിൻ്റെ ഇത്രയും പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. യങ്സ് മോഡുലസിൻ്റെയും ബൾക്ക് മോഡുലസിൻ്റെയും റിജിഡിറ്റി മോഡുലസിൻ്റെയൊക്കെ പ്രോബ്ലംസ്, ഡെഫിനിഷൻ, ഇക്വേഷൻ തുടങ്ങിയവയെല്ലാം അറിഞ്ഞിരിക്കണം. അതേപോലെ ബൾക്ക് മോഡുലസ് എന്നിട്ട് കംപ്രസിബിലിറ്റി കാണാൻ ചോദിക്കാറുമുണ്ട്. കൂടാതെ കംപ്രസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കറിയാം ഗ്യാസസ് ആണ് മോസ്റ്റ് കംപ്രസിബിൾ. ലിക്വിഡ്സിനെയും സോളിഡ്സിനെയും അപേക്ഷിച്ചിട്ട് ഗ്യാസസ്
മോസ്റ്റ് കംപ്രസിബിൾ ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയല്ലോ? പിന്നെ രണ്ട് മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നിട്ട് ഏതിനാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്നും ചെയ്യേണ്ട, ആ രണ്ട് ഗ്രാഫിൻ്റെയും സ്ലോപ്പുകൾ കമ്പയർ ചെയ്യുക. ഏത് ഗ്രാഫിനാണ് ആ സ്ലോപ്പ് കൂടുതൽ ആ മെറ്റീരിയലിനായിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുതലായിട്ടുള്ളത്. അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് എ മെറ്റൽ വയർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ മെറ്റൽ വയറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തരും. ഇതിനൊക്കെ ഒരു ഗ്രാഫായിരിക്കും തരുന്നത്. ആണോ? ഈ ഗ്രാഫിലെ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറ്. അപ്പം എ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പ്രപ്പോർഷണൽ ലിമിറ്റാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് 3 ടേമുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. 3 ടേമുകൾ എന്ന് പറയുന്നത് ഒന്ന് എലാസ്റ്റോമർ, രണ്ടാമത് എലാസ്റ്റിക് ഹിസ്റ്റെറിസിസ്, മൂന്നാമത് എലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്, അടുത്തത് എലാസ്റ്റിക് ഫറ്റിക്. 4 ടേമുകളുണ്ട്. എലാസ്റ്റിക് ഫറ്റിക്. അതിനകത്ത് ഈ എലാസ്റ്റോമറിൻ്റെ കേസിൽ നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കുക. അതേപോലെ എലാസ്റ്റിക് ഹിസ്റ്റെറിസിസിൻ്റെ കേസിൽ അതിൻ്റെ ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ? പിന്നെ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യനാണ് രണ്ട് മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വന്നിട്ട് ഇതിനൊക്കെ രണ്ട് മെറ്റീരിയൽ എ, മെറ്റീരിയൽ ബി ആണോ? ഇങ്ങനെ രണ്ട് മെറ്റീരിയലിലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വന്നിട്ട് ഏത് മെറ്റീരിയലാണ് ഡക്റ്റൈൽ ആയിട്ടുള്ളത്, ഏതാണ് ബ്രിട്ടിൽ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പിന്നെ സ്റ്റീലാണോ റബ്ബറാണോ മോർ എലാസ്റ്റിക് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ വാട്ടറാണോ എയർ ആണോ മോർ എലാസ്റ്റിക് ചോദിക്കാറുണ്ട്. അതുപോലെ സ്റ്റീലും ഡയമണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് മോർ എലാസ്റ്റിക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും ഈ ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. അടുത്ത ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിറ്റി 3 ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ റോപ്സ് ഇൻ ക്രെയിൻസ് ആണ് കേട്ടോ. ക്രെയിനുകൾ ഉപയോഗിക്കുന്ന മെറ്റൽ റോപ്പിൻ്റെ തിക്നെസ് എത്രയാണെന്നുള്ളത്. അത് നമ്മൾ 10 ടൺ ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെയിൻ്റെ കാര്യമാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ റോപ്പ് ഒരിക്കലും തിക്ക് മെറ്റൽ റോപ്പ് ആയിരിക്കുകയില്ല, പകരം തിൻ മെറ്റൽ വയേഴ്സ് ഇങ്ങനെ ബ്രൈഡ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദിക്കാം. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് ഓഫ് മൗണ്ടനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഹൈറ്റ് ഓഫ് മൗണ്ടൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 കിലോമീറ്റർ ആവാനുള്ള കാരണം. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്സും അതേപോലെ ബ്രിഡ്ജസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിർമ്മിക്കുന്ന ആ ബീമുകളുടെ ഷേപ്പ് ഐ ഷേപ്പ് ഇടാവാനുള്ള കാരണം. കൂടാതെ അവിടെ മറ്റൊരു ടേമുണ്ട്, ബക്ലിംഗ് എന്ന് പറയുന്നൊരു ടേം കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ സ്ട്രെസ് സ്ട്രെയിൻ, രണ്ട് റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നിട്ട് ഏത് റബ്ബറാണ് ഫാക്ടറീസിൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഏത് റബ്ബറാണ് കാറിൻ്റെ ടയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ, റബ്ബർ എയും റബ്ബർ ബിയുടെയും സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് വന്നിരിക്കുന്നത്. പിന്നെ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ലൂപ്പിൻ്റെയും ഏരിയ സെയിം അല്ല കേട്ടോ. റബ്ബർ ബിക്ക് ഏരിയ വളരെ കൂടുതലാണ്. അപ്പോൾ ഏരിയ ഓഫ് ഫിസിക്സ് ലൂപ്പ് കൂടിയ മെറ്റീരിയൽ ആയിരിക്കും എപ്പോഴും ഫാക്ടറീസിലൊക്കെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കാർ ടയർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏരിയ ഓഫ് ഹിസ്റ്ററിസ് ലൂപ്പ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ സപ്ലിമെൻ്ററി ടോപ്പിക്കായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് പോയിസൺസ് റേഷ്യോ, മറ്റൊന്ന് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് വയർ. അതൊരു ഡെറിവേഷനാണ്.
ഈ സപ്ലിമെൻ്ററി ടോപ്പിക്സ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും സപ്ലിമെൻ്ററി പഠിച്ചില്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വളരെ കാര്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2-ലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അതിൽ നിന്നും ഏകദേശം 7 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആ കണ്ടൻറ്റുകൾ, ടോപ്പിക്കുകൾ നമുക്കൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനകത്ത് അറിയേണ്ടത് ഫ്ലൂയിഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അല്ലേ? നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ, അല്ലേ? ഫ്ലോ ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ വിളിക്കുന്നത് ഫ്ലൂയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? നമ്മുടെ ലിക്വിഡ്സും ഗ്യാസസിനുമാണ് ഈ പ്രത്യേകതയുള്ളത്. അവിടെ ലിക്വിഡ്സിനും ഗ്യാസസിനെയും നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. പിടിയില്ലോ. അതിനുശേഷം നമ്മുടെ പ്രഷർ, അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ടേമാണ് പ്രഷർ എന്താണെന്നുള്ളത്. അപ്പം നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളൊരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്, അല്ലേ? അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് വെച്ചാൽ ഒരു സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പ്രഷറിൻ്റെ ഇക്വേഷൻ ത്രസ്റ്റ് ബൈ ഏരിയ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ്? ഏരിയ ഓഫ് കോണ്ടാക്ട് കുറവുള്ളിടത്ത് എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2-3 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് ഒബ്ജക്ട്സ് ഈസിയറായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. അതിന് കാരണം നമ്മുടെ നൈഫിൻ്റെ എഡ്ജ് ഷാർപ്പാണെങ്കിൽ ഏരിയ ഓഫ് കോണ്ടാക്ട് കുറവായിരിക്കും, അപ്പോൾ പ്രഷർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂൾ ബാഗുകളുടെയൊക്കെ സ്ട്രാപ്പ് നല്ല വൈഡർ ആയിരിക്കും, അല്ലേ? സ്ട്രാപ്പ് വൈഡർ ആകുമ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. അപ്പോൾ വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. അപ്പോൾ ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രഷറും ഏരിയയും റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മുടെ ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ്പ്രഷൻ ഫോർ ലിക്വിഡ് പ്രഷർ കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, P = എന്താണ്? H ρg ആണ് കേട്ടോ. ലിക്വിഡ് പ്രഷർ ഇക്വേഷൻ P = H ρg. ഇത് ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ ഡാമുകളുടെയൊക്കെ ഉണ്ടോ, ഇത് റിസർവോയറാണ്, ഇത് വാട്ടറാണ്. റിസർവോയിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, ഈ ഡാമിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക, അതിൻ്റെ ബേസ് റീജിയൻ എങ്ങനെയാണ്? തിക്കറാണ്. എന്തുകൊണ്ടാണ് ഡാമുകളുടെ ബേസ് തിക്കറാക്കി വെക്കാൻ കാരണം എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഓക്കെ, നമുക്കറിയാം ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ നിന്നും താഴേക്ക് വരും തോറും, അല്ലേ, എന്ത് കൂടും? പ്രഷർ കൂടും. ഓക്കെ, ഡെപ്തിലേക്ക് വരും തോറും പ്രഷർ കൂടും. അപ്പോൾ നമുക്കറിയാം ഈ താഴത്തെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഹൈ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡാമുകളുടെയൊക്കെ ബേസ് എന്താക്കി വെക്കാറുണ്ട്? തിക്കറാക്കി വെക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. എക്സ്പ്രഷൻ ഫോർ ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ P = H ρg. പിന്നെ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ് ATM എന്ന് പറയുന്നത്. അപ്പം ഇത് തമ്മിലുള്ള റേഷൻ അറിയിക്കണം. 1 ATM എന്ന് പറയുന്നത് ഇത് ചോദിച്ചിട്ടുണ്ട്, 1.013 × 10⁵ പാസ്കലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേര് അറിഞ്ഞിരിക്കുക. ബാരോമീറ്റർ ആണ് കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. അതേപോലെ ഒരു എൻക്ലോസ്ഡ് വെസലിലിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് മാനോമീറ്റർ, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ആ പേരുകളൊന്നും അറിഞ്ഞിരിക്കുക. അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബാരോമീറ്ററും, ഒരു ക്ലോസ്ഡ് വെസലിൽ എൻക്ലോസ് ആയിരിക്കുന്ന ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൻ്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്.
അടുത്ത ടോപ്പിക്കാണ് പാസ്കൽസ് ലോ. വളരെ പ്രധാനപ്പെട്ട പാസ്കൽസ് ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ എന്നാണ് പറയുന്നത്. ആ ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ. കൂടാതെ ഈ ലോ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളെ വിളിക്കുന്ന പേരാണ്, ഡിവൈസുകൾക്ക് എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റും അതേപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ രണ്ട് പറയുന്നുണ്ട്. അടുത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ് വളരെ പ്രധാനം കേട്ടോ. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ ഫിഗർ അറിഞ്ഞിരിക്കണം, അതിൻ്റെ വർക്കിംഗ് അറിഞ്ഞിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഡിറൈവിന് അറിഞ്ഞിരിക്കണം, അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പാസ്കൽസ് ലോ അറിഞ്ഞിരിക്കണം, സ്റ്റേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പാസ്കൽസ് ലോ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള രണ്ട് ഡിവൈസുകൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനൊരു ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കേട്ടോ, 3 ഷേപ്പിലുള്ള വെസൽസാണ്. ഇതിലൂടെ നമ്മൾ വാട്ടർ പമ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ 3 വെസലിലെയും ലിക്വിഡിൻ്റെ ലെവല് സെയിം ആയിട്ടിരിക്കും അല്ലേ. 3 വെസലിലും ഹോൾഡ് ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണെങ്കിലും 3 വെസലിലെ വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ് സെയിം ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഈ ഫിനോമെനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ചിലപ്പോൾ ആ ഫിഗർ തന്നിട്ട് ആ ഫിനോമൻ ഏതാണെന്ന് എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ ഫ്ലൂയിഡ് ഫ്ലോയെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റഡി ഫ്ലോയും മറ്റൊന്ന് ടെർബുലൻറ്റ് ഫ്ലോയും. അതറിഞ്ഞിരിക്കണം, കാരണം അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ എഴുതാൻ ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റഡി ഫ്ലോ ആൻഡ് ടെർബുലൻറ്റ് ഫ്ലോ അറിഞ്ഞിരിക്കണം. ഇനി ഈ സ്റ്റഡി ഫ്ലോയ്ക്കകത്ത് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന പാത്തിനെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേരാണ് സ്ട്രീം ലൈൻ എന്നാണ് ആ ടേമിൽ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രീം ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രീം ലൈൻ. കൂടാതെ 2 സ്ട്രീം ലൈൻസ് എന്തുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. റെഡിയല്ലോ. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ 2 ടൈപ്പ് ഉണ്ട്, സ്റ്റഡി ഫ്ലോയും ടെർബുലൻറ്റ് ഫ്ലോയും. 2 ഡിഫറൻസ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ സ്ട്രീം ലൈൻ എന്താണെന്ന് ചോദിക്കാം, സ്ട്രീം ലൈനിൻ്റെ പ്രോപ്പർട്ടി, സ്ട്രീം ലൈൻസ് എന്തുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഓക്കെ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് VC = RE η ρ d. ഇതാണ് ഇക്വേഷൻ. ഓക്കെ. അതിനകത്ത് ഈ RE എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് വിളിക്കുന്ന പേരാണ് റെയ്നോൾഡ്സ് നമ്പർ എന്നാണ്. ഓക്കെ. ഈ റിലേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു ഓപ്ഷൻ തന്നിട്ട് കറക്റ്റ് റിലേഷൻ എഴുതാൻ ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ RE. ഓക്കെ. ഇനി അവിടെ നിന്നും ഫ്ലൂയിഡ് ഫ്ലോയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഇതാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇല്ലേ, A1V1 = A2V2. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം AV = A കോൺസ്റ്റന്റ് എന്ന് ഡിറൈവ് ചെയ്യാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക കേട്ടോ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കണ്ടീഷൻസ് കേട്ടോ, ഒരു ഫ്ലൂയിഡ് ഐഡിയൽ ആവാനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ടോപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. വേറെ അത് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് പറയാം. ഒന്ന് വെഞ്ചുറി മീറ്റർ ആണ്, മറ്റൊന്ന് ആ വെലോസിറ്റി ഓഫ് എഫ്ലക്സ്. ഓക്കെ. അപ്പം ഇത് രണ്ടും ഡെറിവേഷൻ ഉള്ളതാണ്. ആ വെലോസിറ്റി ഓഫ് എഫ്ലക്സിനകത്ത് തന്നെ ഒരു തിയറം വരുന്നുണ്ട്. ആ തിയറത്തെ വിളിക്കുന്ന പേരാണ് ടോറിസെല്ലീസ് തിയറം അല്ലെങ്കിൽ ടോറിസെല്ലീസ് ലോ എന്ന് നമ്മൾ പറയും. ഡിഡിയല്ലോ.
പിന്നെ ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് മറ്റൊരു വരുന്ന ഡിവൈസാണ് ദാറ്റ് ഈസ് എന്താണ് നമ്മുടെ അറ്റോമൈസർ. ഓക്കെ, അതേപോലെ ബെർണോളിസ് തിയറം വെച്ചിട്ട് ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ എയറോഫോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ ആ പ്രൂഫ്, കൂടാതെ അതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ട വിസ്കോസിറ്റി അല്ലേ. വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. ലിക്വിഡ്സ് നമുക്കറിയാം ഫ്ലോ ചെയ്യുന്നത് ലെയറുകളായിട്ടായിരിക്കും. ആ ലെയറായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ ലെയറുകൾക്കിടയിലായിട്ടൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഇൻറ്റേർണൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഇൻറ്റേർണൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. അതേപോലെ ഈ വിസ്കോസിറ്റിയുടെ റെസിപ്രോക്കലെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡിറ്റി. റെസിപ്രോക്കൽ ഓഫ് വിസ്കോസിറ്റി വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡിറ്റി. പിന്നെ വിസ്കസ് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ അതിനെ ന്യൂട്ടൺസ് ഫോർമുല എന്നാണ് പറയുന്നത്. F = A dV/dx. ഇവിടെ വിസ്കസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ യൂണിറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ് (m/(-2) അല്ലെങ്കിൽ നമുക്ക് പറയാം പാസ്കൽ സെക്കൻഡ് എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്തൊക്കെയാണ്? ന്യൂട്ടൺ സെക്കൻഡ് (m/(-2) ഓർ പാസ്കൽ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഇനി ആ വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ ഭാഗത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ടെർമിനൽ വെലോസിറ്റി ആണ് കേട്ടോ. ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിൽ തന്നെയുള്ള അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് രണ്ട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കൂടാതെ ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഉണ്ട്, ഇതാണ് ആ ഗ്രാഫ് കേട്ടോ. ടെർമിനൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത് ഇത്ര അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് ഡെഫിനിഷൻ, എക്സ്പ്രഷൻ, പ്രോബ്ലം, ഗ്രാഫ്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം ഈക്വലാണ്. അത് തെളിയിക്കാൻ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു സർഫസ് എനർജി. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അത് ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപ്പിലാരിറ്റി ആണ്. അപ്പോൾ ക്യാപ്പിലാരിറ്റിക്കകത്ത് നമ്മൾ അറിയേണ്ടത് ആ എക്സ്പ്രഷൻ ഫോർ ക്യാപ്പിലറി റൈസ് ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ആ ക്യാപ്പിലാരിറ്റിക്ക് മുമ്പായിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. അത് ഒന്ന് എക്സസ് പ്രഷറാണ് കേട്ടോ. അപ്പോൾ ക്യാപ്പിലാരിറ്റിക്ക് മുമ്പുള്ള ടോപ്പിക് വെച്ചാൽ സർഫസ് ടെൻഷനും സർഫസ് എനർജിയും പഠിച്ചതിന് ശേഷം നമ്മൾ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്, അതേപോലെ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ, അതേപോലെ എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ ഇൻ എ ലിക്വിഡ്. ഓക്കെ, ഇത് മൂന്നും അറിഞ്ഞിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ക്യാപ്പിലാരിറ്റി പഠിക്കേണ്ടത് കേട്ടോ. ക്യാപ്പിലാരിറ്റി എന്താണെന്നും ക്യാപ്പിലാരിറ്റി റൈസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ, അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മിക്ക വർഷങ്ങളിൽ നിന്നും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ക്യാപ്പിലാരിറ്റി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏകദേശം 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഹീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഹീറ്റ് അല്ലേ, നമുക്കറിയാവുന്ന ഡെഫിനിഷനാണ്. ഹീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ ഹീറ്റ് മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഹീറ്റിൻ്റെ തന്നെ മറ്റൊരു യൂണിറ്റാണ് കലോറി. അത് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. 1 കലോറി എന്ന് പറയുന്നത് എത്രയാണ്? 4.2 ജൂൾ. ഇതറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഹീറ്റിൻ്റെ SI യൂണിറ്റ് ജൂള്, മറ്റൊരു യൂണിറ്റ് CGS യൂണിറ്റ് ആണ് കലോറി. ഇത് തമ്മിലുള്ള ബന്ധം 1 കലോറി ഈസ് ഈക്വൽ ടു 4.2
2 ജൂൾ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഹീറ്റിനെ കുറിച്ച് നമുക്ക് അത്രയും കാര്യങ്ങളെ അവിടെ വരുന്നുള്ളൂ. അതിനുശേഷം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക അല്ലേ. വളരെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി എന്നാണ് ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ട്. ആ ബ്രാഞ്ച് ഓഫ് സയൻസിന് വിളിക്കുന്ന പേരാണ് തെർമോമെട്രി എന്നാണ്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മുടെ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് തെർമോമെട്രി. പിന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന 3 യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, മറ്റൊന്ന് ഡിഗ്രി ഫാരൻഹീറ്റ്, മറ്റൊന്ന് കെൽവിൻ. ഇതിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത് കെൽവിനാണ്. ഓക്കെ, ഇനി ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് C/5 is equal to F-32/9 is equal to ഈ 3 യൂണിറ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്തൊരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ചിലപ്പോൾ ഫാരൻഹീറ്റിൽ തന്നിട്ട് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകളുടെ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിലേഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസുകൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ പേരാണ് തെർമോമെട്രി. ഇനി 3 യൂണിറ്റുകൾ പറഞ്ഞു. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ. അവ 3ഉം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ നമ്മൾ എഴുതിയായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും നമ്മൾ വരുന്ന അടുത്ത ടോപ്പിക്കാണ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ അല്ലെ, ലെങ്തിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ലീനിയർ എക്സ്പാൻഷൻ. മറ്റൊന്ന് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയ എക്സ്പാൻഷൻ. അതെപ്പോഴാണ്? ഏരിയക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ കേട്ടോ. ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ ഏരിയ ചേഞ്ച് ചെയ്യുമ്പോഴുള്ളതാണ് ഏരിയ എക്സ്പാൻഷൻ. ഇനി സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഈ 3 എക്സ്പാൻഷനും അറിഞ്ഞിരിക്കുക. അതിനകത്ത് ആ ലീനിയർ എക്സ്പാൻഷൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതറിഞ്ഞിരിക്കണം. ലീനിയർ എക്സ്പാൻഷൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ ലീനിയർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ഈ വാട്ടറിൻ്റെ എക്സ്പാൻഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം സാധാരണഗതിയിൽ സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയാണ്. പക്ഷെ വാട്ടറിൻ്റെ കേസിൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെ വാട്ടറിൻ്റെ വോളിയം കൂടത്തില്ല. പകരം വാട്ടറിൻ്റെ വോളിയം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പം ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്നത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം വാട്ടറിൻ്റെ കേസിൽ ഇതിവിടെ വോളിയവും ടെമ്പറേച്ചറുമാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് വോളിയം എന്ത് ചെയ്യും? കുറഞ്ഞ് മിനിമം എത്തും. ആ മിനിമം എത്തുന്ന ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 4 ഡിഗ്രി സെൽഷ്യസ്. പിന്നീട് ഹീറ്റ് ചെയ്താൽ വോളിയം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമുക്ക് പറയാം വാട്ടറിൻ്റെ വോളിയം മിനിമം ആകുന്ന ടെമ്പറേച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 4 ഡിഗ്രി സെൽഷ്യസിനാണ് വാട്ടറിൻ്റെ വോളിയം മിനിമം ആകുന്നത്. ദാറ്റ് മീൻസ് ഈ ടെമ്പറേച്ചറിൽ ഡെൻസിറ്റി എന്തായിരിക്കും? വോളിയം മിനിമം ആകുമ്പോൾ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ വാട്ടറിൻ്റെ ഈ ഒരു പ്രത്യേകത നമുക്ക് കോൾഡ് കൺട്രീസിലെ അക്വാറ്റിക് ലൈഫിന് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല വാട്ടറിൻ്റെ ഈ ഒരു പെക്യുലാരിറ്റി മൂലം അല്ലേ. നമുക്കറിയാം കോൾഡ് കൺട്രീസിൽ വാട്ടറിൻ്റെ ടോപ്പ് ലെയർ മാത്രമേ ഐസ് ആവത്തുള്ളൂ. ആ ടോപ്പ് അല്ലെ ഐസ് ലെയറിന് താഴെ എന്തുണ്ട്? വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലുണ്ട്. അതുകൊണ്ട് അവിടുത്തെ അക്വാറ്റിക് ലൈഫിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. ഈ ഗ്രാഫ് അറിഞ്ഞിരിക്കണം. ആ വാട്ടറിൻ്റെ വോളിയം മിനിമം ആവുന്ന ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം 4 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഡെൻസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പിന്നെ എൻവോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഞാനിപ്പോൾ പറഞ്ഞു. എവിടെയാണ്?
കോൾഡ് കൺട്രീസിൽ അക്വാട്ടിക് ലൈഫ് സാധ്യമാവുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി കുറച്ച് ടേമുകളാണ്. ഒന്ന് ഹീറ്റ് കപ്പാസിറ്റി, ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാവുന്ന ടേമുകളാണ് ഹീറ്റ് കപ്പാസിറ്റി. അതുപോലെ മറ്റൊന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പിന്നൊന്ന് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാവുന്ന ടേമുകളാണ്. അതിൽ ഗ്യാസസിൻ്റെ കേസിൽ ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സി പിയും സി വി. കേട്ടുണ്ടാവുമല്ലോ, സി പിയും സി വി. വട്ട് ഈസ് സി പി? ദാറ്റ് ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും. സി വി എന്ന് പറയുന്നത് എന്താണ്? മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയവും. അപ്പോൾ നമുക്കറിയാം സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി ആയിരിക്കും. ഓക്കെ. കൂടാതെ സി പി മൈനസ് സി വി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഈ റിലേഷൻ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. ഓക്കെ. പിന്നെ ഒരു ബോഡിയിൽ എത്രമാത്രം ഹീറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് കലോറി മീറ്റർ. കേട്ടോ, ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേര് അറിഞ്ഞിരിക്കുക, കലോറി മീറ്റർ. ആ ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് കലോറി മെട്രി എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ കലോറി മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചർ എന്ന് പറയുന്ന സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ്. അറിയായിരിക്കും, ഹീറ്റ് ലോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ. ഒരു ബോഡിക്ക് എത്രമാത്രം ഹീറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ അത്രയും ഹീറ്റായിരിക്കും മറ്റേ ബോഡി ഗെയിൻ ചെയ്യുന്നത്. ഹീറ്റ് ഗെയിൻ ഇസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. കൂടാതെ ആ പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് പറയാം. ഒരു ബോഡിയുടെ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോഡിയിൽ എത്രമാത്രം ഹീറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേര് കലോറി മീറ്റർ എന്നും ആ ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേര് കലോറി മെട്രി എന്നാണ്. ഇനി കലോറി മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ലോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ എന്നാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഫേസ് ആണ്. നമുക്കറിയാം, ഒരു ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സ്റ്റേറ്റ് എന്നുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, സോളിഡ് ഹീറ്റ് ചെയ്താൽ എന്തായാലും മാറും? ലിക്വിഡായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ്, ഇത് വിളിക്കും മെൽറ്റിംഗ് എന്നാണ് പറയുന്നത്. കേട്ടോ, അപ്പം ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകൾ അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? മെൽറ്റിംഗ് അറിഞ്ഞിരിക്കുക. ഇനി തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിങ് എന്നാണ് പറയുന്നത്. കേട്ടോ, ഇനി ആ ലിക്വിഡ് ഹീറ്റ് ചെയ്താൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. അതിനെ വിളിക്കുന്ന പേരാണ് വേപ്പറൈസേഷൻ എന്ന് പറയും. ഓക്കെ. തിരിച്ച് നമ്മുടെ വേപ്പർ റിവേഴ്സ് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കും. കണ്ടൻസേഷൻ. ഓക്കെ. പിന്നെ അവിടുത്തെ വരുന്ന ടേമുകളാണ് ലാറ്റൻ ഹീറ്റ്. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ലാറ്റൻ ഹീറ്റ് എന്താണ്? ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ചോദിക്കാം, LF. അതേപോലെ ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇത് മൂന്നും അറിഞ്ഞിരിക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കുക. കേട്ടോ, മെൽറ്റിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അവിടെ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റെഗുലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കേട്ടോ, മെൽറ്റിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷനകത്ത് വരുന്ന ടേമാണ് റെഗുലേഷൻ. ഓക്കെ. പിന്നെ നമ്മുടെ ഐസിലൂടെ സ്കേറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത് റെഗുലേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം, നമ്മൾ സ്കേറ്റിംഗ് ഷൂ ഉപയോഗിച്ച് ഐസിൻ്റെ സർഫസിൽ നിൽക്കുമ്പോൾ നമ്മളെ വെയിറ്റ് മൂലം ഐസിലേക്ക് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ ഐസിൻ്റെ കേസിൽ പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു വാട്ടർ ലെയർ ഫോം ചെയ്യും. അതാണ് നമുക്ക് സ്കേറ്റിങ്ങിന് സാധ്യമാവുന്നത്. അതേപോലെ തന്നെ മറ്റൊരു റിലേഷൻ ഉണ്ട്, ബോയിലിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. അതറിഞ്ഞിരിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഈ ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ കുക്കിംഗ് എന്തുകൊണ്ട് ഡിഫിക്കൽട്ട് ആകുന്നു, അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ നമ്മുടെ കുക്കിംഗ് ഈസിയർ ആവാനുള്ള കാരണം. അപ്പോൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനേക്കാൾ കൂടുതൽ സിവിയർ ആയിരിക്കും 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം കൊണ്ടുള്ള ബേൺ എന്ന് പറയുന്നത്, പൊള്ളൽ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ അതറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ
ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് അറിയണം. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന 3 മോഡ്സ് വഴിയാണ്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതേപോലെ റേഡിയേഷൻ. അതിനകത്ത് ആ പ്രോപ്പർട്ടീസ് ഓഫ് തെർമൽ റേഡിയേഷൻ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് തെർമൽ റേഡിയേഷൻ. പിന്നെ ലാസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ലോ ആണ്, ദാറ്റ് ഇസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതിനകത്ത് നിന്നും ആ ലോ സ്റ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സ്റ്റേറ്റ് ചെയ്യാതിരിക്കണം, അതിൻ്റെ പ്രോബ്ലം അറിഞ്ഞിരിക്കണം. പിന്നെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ എർത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്റർ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 4ാമത്തെ ചാപ്റ്റർ അത് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ തെർമോ ഡൈനാമിക്സിൽ നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ എവിടെ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ആദ്യം അറിയേണ്ടത് സിസ്റ്റം എന്താണ് എന്നറിഞ്ഞിരിക്കുക. സിസ്റ്റം എന്താണ്, അതിൻ്റെ 3 ടൈപ്പ് സിസ്റ്റം, അതിൻ്റെ ഉദാഹരണ സഹിതം അറിഞ്ഞിരിക്കുക. 3 ടൈപ്പ് സിസ്റ്റം അറിയായിരിക്കുമല്ലോ. ഏതൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ 3 സിസ്റ്റം എന്താണെന്നും അത് എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കുക. ഓക്കെ. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് ഏത് സിസ്റ്റമാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ. രണ്ടാമത് ഇവിടെ അറിയേണ്ടത് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്താണെന്നും അതിൻ്റെ 2 ടൈപ്പ് അറിഞ്ഞിരിക്കുക. അറിയായിരിക്കുമല്ലോ. എക്സ്റ്റെൻസീവ് വേരിയബിളും ഇൻറ്റൻസീവ് വേരിയബിളും, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിൾ സഹിതം അറിഞ്ഞിരിക്കുക. ഓക്കെ. അതറിഞ്ഞിരിക്കുക. സിസ്റ്റം എന്താണ്, തെർമോഡൈനാമിക് വേരിയബിൾസും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ എക്സാമ്പിളുകൾ അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങളിവിടെ പഠിക്കേണ്ടത് ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ തരും, ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് തരും. ഏത് ലോ ആണ് എഴുതാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിഞ്ഞിരിക്കുക. പിന്നെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ പ്രധാനപ്പെട്ട ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ എഞ്ചിൻ്റെയൊക്കെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. 0th ലോ പറഞ്ഞു, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞു. പിന്നെ ഒരു ഡെറിവേഷൻ പാർട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഡെറിവേഷനാണ്, മേയേഴ്സ് റിലേഷൻ ഉണ്ട്. CP - CV = ഈ റിലേഷൻ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. ഓക്കെ. ആ മേയേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ടോപ്പിക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ പറഞ്ഞു. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡിറൈവ് CP - CV = അല്ലെങ്കിൽ ഡിറൈവ് മേയേഴ്സ് റിലേഷൻ. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ 2 കേസിലുണ്ട്. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്, അതേപോലെ തന്നെ അതൊരു ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സും അതേപോലെ തന്നെ വർക്ക് ഡൺ ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്. ഇത് 2 ഡെറിവേഷനാണ്, 2 അറിഞ്ഞിരിക്കുക. കൂടാതെ ഈ കിട്ടുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. കാരണം ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അപ്പം മേയേഴ്സ് റിലേഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്സും. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഐസോതെർമൽ കർവിൻ്റെ സ്ലോപ്പുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം അവിടെ നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. dP/dV ഓഫ് അഡയബാറ്റിക് അല്ലേ. നമ്മുടെ അഡയബാറ്റിക് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ കർവ്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ. ഇത് വെച്ചിട്ട് 2 ഗ്രാഫുകൾ വരുന്നു. അത് ഗ്രാഫ് വന്നിട്ട് ആ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വരയ്ക്കുന്നത് എക്സ്പാൻഷൻ്റെ കേസിലാണ്. എക്സ്പാൻഷൻ്റെ കേസിൽ ഈ ഗ്രാഫ് ഇങ്ങനെ നോക്കാം.
ഏത് ഗ്രാഫാണ്? പി വി ഗ്രാഫ് എന്ന് വെച്ചാൽ പ്രഷർ വോളിയം ഗ്രാഫ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറയും. ഇത് എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഐസോതെർമൽ പ്രോസസ്സ്, ഏതാണ് അഡയാബാറ്റിക് പ്രോസസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഓർക്കുക, ഇതാണ് മുകളിൽ കാണുന്നത് ഐസോതെർമൽ കർവ്, താഴെ കാണുന്നത് അഡയാബാറ്റിക് കർവ് ആയിരിക്കും. വീഡിയോ ഇനി ഇതേപോലെ തന്നെ കംപ്രഷൻ്റെയും ചോദിക്കും. ഇതിപ്പോൾ എക്സ്പാൻഷനെ വരച്ചിരിക്കുന്നത്, അടുത്ത് ഞാൻ വരയ്ക്കുന്നത് കംപ്രഷനാണ്. കംപ്രഷൻ്റെ കേസിലും ഇത് കണക്ക് ഗ്രാഫ് വരച്ചിട്ട് ഏതാണ് ഐസോതെർമൽ, ഏതാണ് അഡയാബാറ്റിക്, ഇതിനെ തിരിച്ചങ്ങ് പഠിച്ചാൽ മതി. ഇതായിരിക്കും അഡയാബാറ്റിക് കർവ്, ഇത് ഐസോതെർമൽ. റെഡിയോ? അപ്പം ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലേക്കാണ്. ഒന്ന് സ്ലോപ്പിൻ്റെ വ്യത്യാസം പറഞ്ഞു അല്ലേ. അഡയാബാറ്റിക് കർവ് ഈസ് മോർ സ്റ്റീപ്പർ ദാൻ ഐസോതെർമൽ കർവ്, ഇത് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടാണ് ഈ രണ്ട് ഗ്രാഫുകൾ വരച്ചിരിക്കുന്നത്. എന്തിനൊക്കെയാണ്? എക്സ്പാൻഷൻ്റെയും കംപ്രഷൻ്റെയും ഗ്രാഫുകൾ, പി വി ഡയഗ്രാംസ് വരച്ചിട്ടുണ്ട് ഡ്യൂറിങ് ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്സ്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കുന്നത് വർക്ക് ഡണ്ണിൻ്റെ കേസാണ്. ഇവിടുത്തെ കേസിൽ, എക്സ്പാൻഷൻ്റെ കേസിൽ ഡബ്ല്യു ഐസോ ഈസ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യു അഡയാബാറ്റിക്. എക്സ്പാൻഷൻ്റെ കേസിൽ ഐസോതെർമൽ കർവിൻ്റെ കേസിലായിരിക്കും കൂടുതൽ വർക്ക് നടക്കുന്നത്. ഇവിടെയാണെങ്കിൽ തിരിച്ചായിരിക്കും. കാരണം നമുക്കറിയാം പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, ഏരിയ അണ്ടർ പി വി ഡയഗ്രം ഗിവ്സ് വർക്ക്. ഇവിടുത്തെ കേസിൽ എന്താ, ഈ ഐസോതെർമലിൻ്റെ കേസിലാണ് ഏരിയ കൂടുതൽ. അഡയാബാറ്റിക് കർവിനേക്കാൾ ഏരിയ കൂടുതൽ ഏത് കർവിനാണ്? ഐസോതെർമൽ കർവിൻ്റെ. അതുകൊണ്ട് ഐസോതെർമലിൻ്റെ കേസിലായിരിക്കും കൂടുതൽ വർക്ക് നടക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡയാബാറ്റിക് കർവിൻ്റെ കേസിലാണ് ഏരിയ കൂടുതൽ, അവിടെ ആയിരിക്കും വർക്ക് കൂടുതൽ. ഓക്കെ, ഇതറിഞ്ഞിരിക്കുക. അതും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് എൻജിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഹീറ്റ് എൻജിൻ? അറിയാമായിരിക്കുമല്ലോ. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് ഹീറ്റ് എൻജിൻ. കൂടാതെ ആ ഹീറ്റ് എൻജിൻ്റെ ആ ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കുക കേട്ടോ. ബ്ലോക്ക് ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് ഡയഗ്രം ഓഫ് എ ഹീറ്റ് എൻജിൻ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാർനോട്ട്സ് എൻജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട. ഹീറ്റ് എൻജിൻ പ്രധാനമാണ്, അതേപോലെ തന്നെ പ്രധാനമാണ് കാർനോട്ട്സ് എൻജിൻ. അപ്പോൾ കാർനോട്ട്സ് എൻജിൻ്റെ കേസിലും ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കണം. ആ കാർനോട്ട്സ് എൻജിൻ്റെ മായി ബന്ധപ്പെട്ട് 4 പ്രോസസ്സ് ഉണ്ട് അല്ലേ. കാർനോട്ട്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതിനകത്ത് ആ 4 പ്രോസസ്സിൻ്റെ പേരെഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം അറിഞ്ഞിരിക്കണം, 4 പ്രോസസ്സിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. കൂടാതെ പി വി ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. പി വി ഡയഗ്രം കേട്ടോ, കാർനോട്ട്സ് സൈക്കിളിൻ്റെ പി വി ഡയഗ്രം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് കാർനോട്ട്സ് എൻജിൻ. എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് ടോപ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്റർ ആണ്. അപ്പോൾ റെഫ്രിജറേറ്ററിനെയും ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, വരയ്ക്കുമ്പോൾ ആ ആരോ ഒക്കെ കൃത്യമായിട്ടും ഇടണം. പിന്നെ അത് നമ്മുടെ റെഫ്രിജറേറ്ററുമായി ബന്ധപ്പെട്ട ടേമാണ് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതും ബന്ധപ്പെടുത്തി പ്രോബ്ലം ചോദിക്കാം. പിന്നെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അതിന് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കും. ഇത്രയുമാണ് തെർമോഡൈനാമിക്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2-ലെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാർട്ട് 2-ലെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം ഒരു 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ പല കാര്യങ്ങളും നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ആദ്യമേ ഗ്യാസ് ലോസുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊക്കെയാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, പ്രഷർ ലോ. പ്രഷർ ലോയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഗേ ലുസാക്സ് ലോ എന്നും പറയും കേട്ടോ.
കൂടാതെ അവഗാഡ്രോ ലോ. ഓക്കെ, അപ്പം 4 ലോസുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ലോയുടെ എന്തൊക്കെ അറിയണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിയണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, മൂന്നാമത് ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫുകളുണ്ട്. ഈ ലോസിനെല്ലാം ബോയിൽസ് ലോയ്ക്കും അതേപോലെ പ്രഷർ ലോയ്ക്കും ചാൾസ് ലോയ്ക്കും എല്ലാം ഗ്രാഫുകളുണ്ട്. ആ ഗ്രാഫുകൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ അറിയേണ്ടത്. ഗ്യാസ് ലോസുകളെല്ലാം അറിഞ്ഞിരിക്കുക. കൂടാതെ ഇവിടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബോയിൽ ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബോയിൽ ടെമ്പറേച്ചർ. ഓക്കെ, അത് അറിയേണ്ട ഒരു ടേമാണ്. ബോയിൽ ടെമ്പറേച്ചർ എന്താണെന്ന് 1 മാർക്കിന് മുൻപ് ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കെമിസ്ട്രി എക്സാമിനും അത് ചോദിച്ചിട്ടുണ്ട്. ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അതെന്ന് പറയുന്നത് ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. PV = nRT. ഇതിനകത്ത് ഈ R എന്ന് പറയുന്നത് എന്താണ്? അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ, അതിൻ്റെ യൂണിറ്റ്, അതേപോലെ ഡൈമെൻഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? അറ്റ് ലോ പ്രഷർ ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ കേട്ടോ. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആയിരിക്കും. കാരണം അപ്പോൾ മാത്രമേ ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. മോളിക്യൂൾസ് പോയിന്റ് സൈസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൂടാതെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുമാണ്. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ആ ഗ്യാസ് ലോസ് പറഞ്ഞതിനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും ഉണ്ട്. ഇത് രണ്ടും പഠിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അവിടുന്ന് വരുമ്പോഴത്തേക്ക് വരുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സുകൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അതിനകത്ത് കുറേ പോയിന്റുകളുണ്ട്. ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസിൻ്റെ എക്സ്പ്രഷൻ കൈനറ്റിക് തിയറി ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്. ആ ചാപ്റ്ററിൽ ഇത്തിരി ലെങ്തിയാണ്, പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സ്പ്രഷൻ ഇതാണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഗ്യാസ് P = 1/3 ρ VRMS² എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, ഇനി ഈ കിട്ടിയ റിലേഷനിൽ നിന്നും നമുക്ക് ഈ ഡിറൈവ് ചെയ്ത റിലേഷനിൽ നിന്നും VRMSന് നമുക്ക് 2 റിലേഷൻസ് ലഭിക്കും. ഒന്ന് VRMS = √3P/ρ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. മറ്റൊന്ന് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത്, ദാറ്റ് ഈസ് VRMS = √3RT/m. അപ്പം ഈ 3 റിലേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസുകൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് ചോദിക്കാം. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? അതേപോലെ ഇതേ സെക്ഷനിൽ തന്നെ വരുന്ന ഒരു ലോ ഉണ്ട്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ,
കൂടാതെ ഇതിന് ശേഷം നമ്മുടെ ഒരു ഡെറിവേഷൻ പാർട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മോണാറ്റോമിക് ഡയാറ്റോമിക്കും ഈ രണ്ട് ഗ്യാസുകളുടെയും സ്പെസിഫിക് ഹീറ്റ് ദാറ്റ്സ് ഗാമ അല്ലെ, ഗാമ എന്ന് വെച്ചാൽ എന്താണ് CP/CV ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. മോണോറ്റോമിക് ഗ്യാസിൻ്റെയും ഡയാറ്റോമിക് ഗ്യാസിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ഗാമ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമിന് മോണാറ്റോമിക്കാണ് ചോദിച്ചത് കേട്ടോ. മോണാറ്റോമിക്കും ഡയാറ്റോമിക്കും പഠിക്കുക. ഇത് കൂടാതെ ഈ രണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത് കൂടാതെ പോളിയാറ്റോമിക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, മോണാറ്റോമിക്കും ഡയാറ്റോമിക്കും. പിന്നെ സോളിഡ്സിൻ്റെയും അതേപോലെ തന്നെ വാട്ടറിൻ്റെയും ആ സ്പെസിഫിക് കപ്പാസിറ്റി വാല്യൂ എന്ന് പറഞ്ഞിരിക്കുക. സോളിഡ് ആണെങ്കിൽ C = 3R, 1 മാർക്കിൽ നമുക്ക് ചോദിക്കാം. വാട്ടർ ആണെങ്കിൽ C = 9R ഇറങ്ങിയിരിക്കുക. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൽ ഈ പറഞ്ഞ ലോസ് കൂടാതെ മറ്റൊരു ലോ ഉണ്ട്. അതിൻ്റെ ആ ലോയുടെ പേരാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നൊരു ലോ ഉണ്ട്. അപ്പോൾ ഈ ലോയിൽ പറയുന്നത് ഒരു ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ R എന്ന് പറയുന്നത് ഈസ് പ്രപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡിഫ്യൂഷൻ, സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി. ഓക്കെ. എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവുള്ള ഗ്യാസസിൻ്റെ കേസിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വളരെ കൂടുതലായിരിക്കും എന്നാണ് ഈ ലോയിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വെസലിൽ ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസും എൻക്ലോസ് ആയിരിക്കുകയാണ്. ആ വെസൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും എൻക്ലോസ് ആയിരിക്കുകയാണ്. ഈ വെസലിൽ ഒരു ഹോള് നമ്മൾ ഇടുകയാണെങ്കിൽ ഏത് ഗ്യാസ് ആയിരിക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്? ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ? അപ്പം നമുക്കറിയാം ഏത് വാതകമായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും ഡിഫ്യൂസ് ചെയ്യുന്നത്. കാരണം ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഹൈഡ്രജൻ എസ്കേപ്പ് റെഡിലി എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയും റീസൺ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ ഞാൻ 2 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിഫൈൻ മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മീൻ ഫ്രീ പാത്ത് എന്താണെന്നും അതിനൊരു എക്സ്പ്രഷൻ എഴുതാൻ ഡിറൈവിങ് ചോദിച്ചിട്ടില്ല, പകരം മീൻ ഫ്രീ പാത്ത് ഡിഫൈൻ ചെയ്യാനും ആ മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രൗണിയൻ മോഷനാണ് കേട്ടോ. നമ്മുടെ റോബർട്ട് ബ്രൗൺ, ഇംഗ്ലീഷ് ബൊട്ടാനിസ്റ്റ് റോബർട്ട് ബ്രൗൺ ആണ് ഈ ബ്രൗണിയൻ മോഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ബ്രൗണിയൻ മോഷൻ എന്താണെന്നും ആ ബ്രൗണിയൻ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. അവിടെ ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് തിയറി പാർട്ടാണ്, പഠിക്കാൻ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമ്മളിനി നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഓസിലേഷൻസിൽ നമുക്ക് ഏകദേശം ഒരു 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പീരിയോഡിക് മോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പീരിയോഡിക് മോഷൻ? അതിൻ്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പീരിയോഡിക് മോഷൻ. അതേപോലെ ഓസിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അറിയായിരിക്കുമല്ലോ ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ? ഒരു ബോഡി ടു ആൻഡ് ഫ്രോ ഒരു ഫിക്സഡ് പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയുടെ മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻസ് നമ്മൾ പറയും. അതിനും എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക അല്ലേ. നമുക്കറിയാം ഒരു പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഓസിലേഷൻ എക്സാമ്പിളാണ്. അതേപോലെ ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നതും ഓസിലേഷന് എക്സാമ്പിളാണ്. അപ്പം പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും അറിഞ്ഞിരിക്കുക, രണ്ടിനും എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഓസിലേഷൻസും എന്താണ്? പീരിയോഡിക്കാണ്. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല? ഓസിലേഷൻസ് അല്ല അല്ലേ. നമുക്കറിയാം ഇപ്പോൾ മോഷൻ ഓഫ് എർത്ത് എറൗണ്ട് ദ സൺ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. പക്ഷേ അതെന്തല്ല? ഓസിലേറ്ററി അല്ല. കാരണം എർത്ത് മൂവ് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ അല്ല. ഓക്കെ, അപ്പം അത് ഇത്രയും അറിഞ്ഞിരിക്കുക.
അതിനുശേഷം നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് SHM എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ 1 മാർക്കിന് ചോദിക്കാം. അതേപോലെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെയും എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. കാരണം കുറേ ടൈപ്പ് മോഷൻ തന്നിട്ട് അതിനകത്ത് ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം ഏതാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ 3 അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, വളരെ എളുപ്പമുള്ള ഡെറിവേഷനാണ്, അത് പഠിക്കുക. പിന്നെ നിങ്ങൾ അറിയേണ്ടത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതേപോലെ അതിൻ്റെ വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ആക്സലറേഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഇത് 3 അറിഞ്ഞിരിക്കണം. കൂടാതെ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ബോഡിയുടെ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് അറിഞ്ഞിരിക്കണം. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ബോഡിയുടെ ടോട്ടൽ എനർജി. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെറിവേഷൻ ടോപ്പിക്കാണ്. അപ്പം ഇതൊക്കെ അറിയണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ബോഡി ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ ആക്സിലറേഷൻ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് 3 വെച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫ്, ഇങ്ങനൊരു ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെ അവർ തരും. പിന്നെ അത് പൊട്ടൻഷ്യൽ എനർജിയെ റെപ്രസെന്റ് ഗ്രാഫ് ഏതാണെന്ന് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി റെപ്രസെന്റ് ഗ്രാഫ് ഏതാണെന്ന് ചോദിക്കാം. ടോട്ടൽ എനർജി റെപ്രസെന്റ് ഗ്രാഫ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് ഗ്രാഫ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ? പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഈക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ടൈം പീരീഡ് ഓഫ് എ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ് കേട്ടോ. ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അതിൻ്റെ പ്രോബ്ലവും ചെയ്ത് പഠിക്കണം. പ്രോബ്ലവും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിന് വളരെ പ്രധാനമാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അറിയാമല്ലോ എക്സ്പ്രഷൻ T = 2π × √L/g. ഓക്കെ, ഇതറിയിരിക്കണം. പിന്നെ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് G = എങ്ങനെ എഴുതാം? 4π × L/t² എന്ന് വേണം എഴുതാം. ഓക്കെ, (4π² × L/t²). പിന്നെ ഇവിടെ നമ്മൾ എല്ലും T² തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ആ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അത്ര മനസ്സിലായല്ലോ? അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ് അറിഞ്ഞിരിക്കണേ. അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്താണ് ഒരു സെക്കൻഡ്സ് പെൻഡുലം? എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് 2 സെക്കൻഡ്സ് ആണെങ്കിൽ അത്തരം പെൻഡുലത്തെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. ആ സെക്കൻഡ് പെൻഡുലത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതേപോലെ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനും ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോഴത്തേക്ക് പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോഴാണ് കിട്ടിയത് T = 2π × √L/g. ഈ ഇക്വേഷനകത്ത് നമ്മുടെ ആ ബോബിൻ്റെ മാസ് ഉൾപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബോബിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം വൈബ്രേഷൻസിനെ അല്ലെങ്കിൽ അത്തരം ഓസിലേഷൻസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്നെ വിളിക്കുന്ന പേരാണ് ഐസോക്രോണസ് ഓസിലേഷൻ അല്ലെങ്കിൽ ഐസോക്രോണസ് വൈബ്രേഷൻ എന്നാണ് പറയുന്നത്. കിട്ടിയില്ല? പിന്നെ അറിയേണ്ടത്
ഡാംപ്ഡ് ഓസിലേഷനും അൺഡാംപ്ഡ് ഓസിലേഷനും. ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് വന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ നോക്കേ, ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമുമാണ്. ഇത് ഡാംപ്ഡ് ആണോ അൺഡാംപ്ഡ് ഓസിലേഷൻ്റെ ഗ്രാഫ് ആണോ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഗ്രാഫാണ്. കാരണം സമയം കഴിയും തോറും ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുവാണ്. അപ്പോൾ അത്തരം ഓസിലേഷൻ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ഗ്രാഫ് ഇങ്ങനെ വരാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കേ, ആ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് നിൽക്കുവാണ്, കോൺസ്റ്റൻ്റ് നിൽക്കുവാണ്. അത്തരം ഓസിലേഷൻ വിളിക്കുന്ന പേരാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവിന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംപ്ഡ് ഓസിലേഷൻ, ഒരു ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. പിന്നെ അറിയേണ്ടത് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അറിയാമായിരിക്കുമല്ലോ ഫോഴ്സ്ഡ് ഓസിലേഷൻ അല്ലേ? ഫോഴ്സ്ഡ് ഓസിലേഷനിൽ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. ആ ഫോഴ്സ് വിളിക്കുന്ന പേര് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സ്ഡ് ഓസിലേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ മൊത്തം 3 ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡാംപ്ഡ് ഓസിലേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫോഴ്സ്ഡ് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് 3 അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഫോഴ്സ്ഡ് ഓസിലേഷനകത്ത് തന്നെ വരുന്ന ടോപ്പിക്കാണ് റെസൊണൻസ്. ഓക്കെ, അപ്പോൾ റെസൊണൻസ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, പിന്നെ റെസൊണൻസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ടോപ്പിക്കുകളുണ്ട്. നമുക്കറിയാവുന്ന ടോപ്പിക്കാണ് നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ സോൾജേഴ്സ് മാർച്ച് ചെയ്ത് പോകാറില്ല, അതിൻ്റെ റീസൺ ചോദിക്കാം. അതേപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ എർത്തിക്കൊക്കെ സംഭവിക്കുമ്പോൾ ബിൽഡിങ്സ് ഡാമേജ് സംഭവിക്കാൻ ഉണ്ടാകാനുള്ള റീസൺ നമുക്ക് റെസൊണൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ റെസൊണൻസുമായി ബന്ധപ്പെട്ട് ഉള്ള ഗ്രാഫ്, ഇതാ ഇങ്ങനൊരു ഗ്രാഫ് നിങ്ങൾ അറിയായിരിക്കും. ആ ഗ്രാഫ് എന്ന് അറിഞ്ഞിരിക്കും, റെസൊണൻസുമായി ബന്ധപ്പെട്ട ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക് എന്തൊക്കെയാണ്? ഡാംപ്ഡ് ഓസിലേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫോഴ്സ്ഡ് ഓസിലേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റെസൊണൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കപ്പിൾഡ് ഓസിലേഷൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു ഹോറിസോണ്ടൽ സ്ട്രിങ്, അതിൽ ഒരു 5 പെൻഡുലംസ്, ഡിഫറൻറ്റ് ലെങ്തുകളുള്ള പെൻഡുലംസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് 1 2 3 4 അല്ലെങ്കിൽ ABCD നമ്പർ ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഏത് പെൻഡുലമാണ് ഫ്രീ ഓസിലേഷനിലുള്ളത്, അല്ലെങ്കിൽ ഏത് പെൻഡുലമായിരിക്കും ഫോഴ്സ്ഡ് ഓസിലേഷനുള്ളത്, ഏത് പെൻഡുലം റെസൊണൻസിലാവും തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു, ഒരു ഫിഗർ തന്നിട്ട് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ആ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്, പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. 2π√L/G വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പെൻഡുലം ക്ലോക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യത്തില്ല, അതിന് റീസൺ അറിഞ്ഞിരിക്കാം ഇത് ഇക്വേഷൻ വെച്ചിട്ട്. എന്തുകൊണ്ടാണ് ഒരു പെൻഡുലം ക്ലോക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വർക്ക് ചെയ്യാത്ത കാരണം? ഇൻസൈഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ജിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? G 0 ആയി കഴിഞ്ഞാൽ ടൈം പീരീഡ് T എന്ന് വരും ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ പെൻഡുലം എന്ത് ചെയ്യത്തില്ല? ഓസിലേറ്റ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഒരു പെൻഡുലത്തിനെ നമ്മൾ എർത്തിൽ നിന്ന് മൂണിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അതിൻ്റെ ടൈം പീരീഡിന് ഗെയിൻ ആണോ ലോസ് ആണോ സംഭവിക്കുന്നുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ല രീതിയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 2 അവസാനത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വേവ്സ് ആണ്. വേവ്സ് ലാസ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ. ഇതിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആണ് ഈ ചാപ്റ്ററിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ളത്, 4 മാർക്കിന്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഞാനൊന്ന് പറയാം. ആദ്യം നിങ്ങളിവിടെ വേവ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് വേവ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വേവിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം അല്ലേ? വേവ്സിനെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ വേവ്സ് കേട്ടുണ്ടാവുമല്ലോ, മെക്കാനിക്കൽ വേവ്സ്, നോൺ മെക്കാനിക്കൽ വേവ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും പറയും.
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. മൂന്നാമത് മാറ്റർ വേവ്. ഇതറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ മാറ്റർ വേവ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ആ വേവിൻ്റെ ഡെഫിനിഷൻ എന്നിട്ട് ഏത് വേവ് ആണെന്നായിരിക്കും എഴുതാൻ ചോദിക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ വേവ് എന്താണെന്ന് അറിയിക്കണം. വേവിൻ്റെ 3 ടൈപ്സ് ഏതൊക്കെയാണ്? മെക്കാനിക്കൽ വേവ്സ്. ചില മീഡിയം ആവശ്യമുള്ള വേവ്സാണ് മെക്കാനിക്കൽ. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവ് മെക്കാനിക്കൽ വേവാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്തത് നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ്. ഇപ്പം മെക്കാനിക്കൽ വേവിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗണ്ട് വേവ് മെക്കാനിക്കൽ വേവ് ആണ്. നോൺ മെക്കാനിക്കൽ വേവിന് എക്സാമ്പിൾ വയ്ക്കുകയാണെങ്കിൽ ലൈറ്റ് വേവ്സ്. ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുമായി, മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഡി ബ്രോയ്സ് വേവ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇത് 3 അറിഞ്ഞിരിക്കുക. പിന്നെ മീഡിയത്തിലെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേവ്സിനെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് എന്നും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും പറഞ്ഞ് 2 ആയിട്ട് തിരിക്കാം. ഇതറിയിരിക്കണം. ഇവിടെ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, പിന്നെ അറിയിരിക്കേണ്ടത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ഇക്വേഷൻ, സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ അറിയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചോദിക്കുക. V is equal to √T/μ എന്നാണ് റിലേഷൻ. T എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിനെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ടെൻഷൻ ആയിരിക്കും. മ്യൂ എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. ഇതിന് തന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. V is equal to √T/πr² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതറിഞ്ഞിരിക്കുക. ഇത് വെച്ച് പ്രോബ്ലം ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ആപ്ലിക്കേഷൻ ലെവലിൽ. അതേപോലെ ഇപ്പോൾ പറയുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. V is equal to √E/ρ ആണ്. അതിൽ E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. റോ എന്ന് പറയുന്നത് മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇനി ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ സ്പീഡ് ഇൻ സോളിഡ് ആണെങ്കിൽ, ഇൻ സോളിഡിൻ്റെ കേസിൽ ഫോർ സോളിഡ് നമ്മൾ സോളിഡിൻ്റെ കേസിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E എന്നുള്ളത് ഏതായിരിക്കും? Y ആയിരിക്കും. വാട്ട് ഈസ് Y? Y ഈസ് എ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇക്വേഷൻ വരും ഫോർ സോളിഡിൻ്റെ കേസിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ഇക്വേഷൻ വരും V is equal to √Y/ρ എന്ന് വരും. ഓക്കെ, ഇനി ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ ഫോർ ഫ്ലൂയിഡ്സ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ വരും V is equal to √B/ρ എന്ന് വരും. ഇത് ജനറൽ എക്സ്പ്രഷൻ. ഇത് സോളിഡ്സിനകത്തൂടെയുള്ള വെലോസിറ്റി ഓഫ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് വേവ്. ഇത് ഫ്ലൂയിഡിലൂടെയുള്ള സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് അല്ല, ലോഞ്ചിറ്റ്യൂഡ് വേവ്. ഓക്കെ, ഇനി ഗ്യാസസിലൂടെയുള്ള 2 എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ന്യൂട്ടൺസ് ഫോർമുലയുണ്ട്. ദാറ്റ് ഇസ് V is equal to ന്യൂട്ടൺസ് ഫോർമുല V is equal to √P/ρ. ഇത് ഡിറൈവ് ചെയ്ത് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഇൻ ഗ്യാസസിൻ്റെ ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ഫോർമുലയാണ്. ദാറ്റ് ഇസ് √P/ρ. പക്ഷേ ഈ എക്സ്പ്രഷനകത്ത് എറർ ഉണ്ടായിരുന്നു. കാരണം ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ലഭിച്ച തിയറിറ്റിക്കൽ വാല്യൂയും എക്സ്പെരിമെൻ്റൽ വാല്യൂയും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് മറ്റൊരു ഫോർമുല കൊണ്ടുവന്നായിരുന്നു. അതാണ് ന്യൂട്ടൺസ് ലാപ്ലാസ് ഫോർമുല എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലാപ്ലാസ് കറക്ഷൻ എന്ന് പറയും. അതും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് V is equal to √P/ρ. ഓക്കെ, അപ്പം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസസിന് 2 ഫോർമുലയുണ്ട്. ഒന്ന് ന്യൂട്ടൺസ് ഫോർമുല, മറ്റൊന്ന് ന്യൂട്ടൺസ് ലാപ്ലാസ് ഫോർമുല അല്ലെങ്കിൽ ലാപ്ലാസ് കറക്ഷൻ എന്ന് പറയും. ഇതാണ് കറക്റ്റ് ഫോർമുല കേട്ടോ. ഈ കേസിൽ നമുക്ക് തിയററ്റിക്കൽ വാല്യൂവും എക്സ്പെരിമെന്റ് വാല്യൂവും ഏകദേശം എന്തായിട്ട് വന്നു? സെയിം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ.
സ്പീഡ് ഓഫ് സൗണ്ടും ഗ്യാസസിലും അതേപോലെ ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കും. പിന്നെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡിങ് വേവ്, സ്റ്റേഷനറി വേവ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതിനകത്താണ് നോഡും ആൻറ്റി നോഡും ഒക്കെ വരുന്നത്. ആ രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. അതേപോലെ രണ്ട് ആൻറ്റി നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു നോഡും ആൻറ്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കൂടാതെ ഒരു സ്റ്റാൻഡിങ് വേവിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവിൻ്റെ ആ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനുശേഷം പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനകത്തുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ചോദിക്കാറുണ്ട്. മനസ്സിലായി? വേരിയസ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് കേട്ടോ. ഈ ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ν1 ⁵ ν2 ⁵ ν3 ⁵ എക്സെട്ര = 1:2 ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. വേരിയസ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് എയർ കോളംസ് കേട്ടോ. മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എയർ കോളം ഇൻ ഓപ്പൺ പൈപ്പും അതേപോലെ തന്നെ ക്ലോസ്ഡ് പൈപ്പും. ഈ രണ്ട് കേസിലും ഏതാണ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിലും ഓപ്പൺ പൈപ്പിൻ്റെയും ക്ലോസ്ഡ് പൈപ്പിൻ്റെയും കേസിലും എല്ലായിടത്തെയും ഫിഗർ നല്ല രീതിയിൽ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. കാരണം അവർ മോഡ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫിഗർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫിഗർ ഉൾപ്പെടെ വേണം പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡിങ് വേവിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. കൂടാതെ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഈ റേഷ്യോ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പുകൾ വന്നിരിക്കണം. പിന്നെ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് എയർ കോളംസ് ഇൻ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ, അതേപോലെ അവിടെ നമുക്കറിയാം ഓപ്പൺ പൈപ്പിൻ്റെ കേസിൽ എല്ലാ ഹാർമോണിക്സും പ്രസൻ്റ് ആയതുകൊണ്ട് ഓപ്പൺ പൈപ്പ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ കേസിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. പിന്നെ ആ ചാപ്റ്റർ അറിയേണ്ട കാര്യമാണ് ബീറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ബീറ്റ്? അതേപോലെ ബീറ്റ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ചോദിച്ചിട്ടുണ്ട് ബീറ്റ് ഫ്രീക്വൻസി എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ. പിന്നെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് ആണ്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ആ ഡോപ്ലർ എഫക്റ്റിന് ഡിഫറെൻറ്റ് കേസുകൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡോപ്ലർ എഫക്റ്റിന് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത്രയുമാണ് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മുഴുവൻ 15 ചാപ്റ്ററിലെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തിലൂടെ പഠിച്ച് പരീക്ഷ നല്ല രീതിയിൽ എഴുതുക.